2 ദിവസം പിന്നിട്ടു. ആദിയുടെ നിലയിൽ കാര്യമായ പുരോഗതിയുണ്ടായി. എങ്കിലും ഒരു ദിവസം കൂടി അവൻ ICUവിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആദിയെ കാണാൻ ലിജോയും സാജനും പലതവണ അകത്ത് കയറി. അവൻ 2-3 ഘട്ടമായി തനിക്ക് സംഭവിച്ചതെന്താണെന്ന് അവരോട് പറഞ്ഞു. കുമളി SIയും സംഘവും അവൻ്റെ മൊഴിയെടുക്കാൻ എത്തിയിരുന്നു. ലിജോയോട് പറഞ്ഞതുപോലെ തന്നെ അവൻ അവരോട് പറഞ്ഞു. ആദിയുടെ വീട്ടിലുള്ളവരെ മുഴുവൻ കുമളിക്ക് തിരിച്ചയച്ചിരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വണ്ടിപ്പെരിയാറിലെ സമരപ്പന്തലിൽ നിന്ന് ജയന്തനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിലേക്ക് നീക്കി. അവൻ്റെ ആരോഗ്യം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിയൻ കുമാരനെ അതിനു മുമ്പേ മാറ്റിയിരുന്നു. പുതുതായി നിരാഹാര സമരമിരിക്കാൻ ജോൺ കുരിശിങ്കൽ തയ്യാറായി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ആദിയെ റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുകയും അല്പം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ജയന്തൻ നേരെ എത്തിയത് അവൻ്റെ അടുത്തേക്കാണ്. കുറച്ചുനേരം സംസാരിച്ചിരുന്നിട്ട് ജയന്തൻ പറഞ്ഞു, ആദി, നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് ഞാൻ ചോദിക്കുകയാ, ആരൊക്കെയാ ഇതിനു പിന്നിൽ? എന്നെ വധിക്കാൻ വന്നവരും നിന്നെ ഇത്തരത്തിലാക്കിയവരും? എൻ്റെ നേരെ വന്നവർ ആരാണെന്നറിയില്ല. പക്ഷേ നിന്നെ വധിക്കാൻ വന്നവരുടെ നേതാവ് ഇപ്പോൾ അങ്ങേ ലോകത്തെത്തി. നരകത്തിൽ ഒരു പെട്ടിക്കട തുടങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും കക്ഷി. കാര്യം ലഘൂകരിക്കുകയാണ് ആദ്യമെന്ന് ജയന്തന് മനസ്സിലായി. അവൻ തർക്കിച്ചു. എന്നാലും അവർ വന്ന ഒരു റൂട്ടുണ്ടല്ലോ, അതാണ് എനിക്കറിയേണ്ടത്. ആദി നിഷേധഭാവത്തിൽ തലയാട്ടി. അത് പറയാൻ നേരമായിട്ടില്ല ജയന്ത. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടയാതെ തന്നെ ഇരിക്കട്ടെ. ജയന്തൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ആദി തുടർന്നു. എനിക്കിപ്പോഴും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിനക്ക് മുന്നിലും പിന്നിലും കണ്ണു വേണം. ആ വാക്കുകളിൽ നിന്ന് ജയന്തന് തിരിച്ചറിവുണ്ടായി. അപകടത്തിൻ്റെ ഒരു വല തന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇനി വരുമ്പോൾ നീ ജുവലിനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം, ആദി അറിയിച്ചു. വരാം. സമ്മതിച്ചിട്ടാണ് ജയന്തൻ പോയതെങ്കിലും അവനതിന് സാധിച്ചില്ല. പരശുറാമിൻ്റെ വിവാഹത്തിരക്കായിരുന്നു കാരണം. തിരുവനന്തപുരത്ത് സിറ്റിസൺ ക്ലബ്ബിൽ വെച്ചായിരുന്നു വിവാഹം. അന്നാണ് ആദി ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ വന്നത്. അവനെ കാണാൻ കുമളിയിലും പരിസരങ്ങളിലുമുള്ള ആളുകൾ വന്നുകൊണ്ടിരുന്നു. മുറിവുകളൊക്കെ ഭേദമായെങ്കിലും അവൻ്റെ ചലനങ്ങൾക്ക് വേഗത കുറവായിരുന്നു. ഫിസിയോതെറാപ്പി കൊണ്ട് അത് വീണ്ടെടുക്കാനാവുന്നതേയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനേക്കാൾ നല്ല മുറകൾ നമുക്കറിയാമെന്നിരിക്കെ എന്തിന് ഫിസിയോതെറാപ്പി? അവൻ ലിജോയെ നോക്കി ചിരിച്ചു. നീ രാവിലെ ഇങ്ങു വാ. ശരി. യാത്ര പറയാൻ നേരത്ത് അവൻ ഭദ്രയെ നോക്കുന്നതും അവളുടെ കണ്ണുകളിൽ ഒരു മിന്നലാട്ടം ഉണ്ടാകുന്നതും ആദി ശ്രദ്ധിച്ചു. പിറ്റേന്ന് ലിജോ വന്നപ്പോൾ അവർ ഇരുവരും കൂടി വനത്തിൽ പോയി. കുന്നിൻ ചെരുവിലൂടെ മുകളിലേക്ക് ഓടിക്കയറുകയും പുല്ലുകൾ വകഞ്ഞുമാറ്റി കുത്തനെയുള്ള ഭാഗത്തുകൂടി ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയായിരുന്നു ആദി. വൈകിട്ട് 5 മണി. വണ്ടിപ്പെരിയാർ. സുരേന്ദ്രനാഥിൻ്റെ വീട്. സാജൻ്റെ ജീപ്പിൽ ആദി അവിടെ എത്തി. സാജൻ ജീപ്പിൽ തന്നെ ഇരുന്നതേയുള്ളൂ. തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി സ്വാതന്ത്ര്യത്തോടെ അവൻ ഹാളിലേക്ക് കയറി. ജയന്ത, അവൻ വിളിച്ചു. അവിടെ ഇരുന്ന ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ മകളും പരശുറാമിൻ്റെ ഭാര്യയുമായ റോസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൾ അവനെ തുറച്ചു നോക്കി. നിങ്ങളാരാ? ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചില മാനേഴ്സൊക്കെ വേണ്ടേ? അവളുടെ കൂർത്ത നോട്ടത്തിനും ചോദ്യത്തിനു മുന്നിൽ അവൻ ഒന്ന് പതറിപ്പോയി. എങ്കിലും പറഞ്ഞു, ഞാൻ ആദിശങ്കരൻ. അവൻ ബാക്കി പറയാൻ സമ്മതിച്ചില്ല. അവൾ, ആരായാലും ഒരിടത്തേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് ഒന്ന് വിളിച്ചുകൂടെ? അല്ലെങ്കിൽ കോളിംഗ് ബെല്ലില്ലേ? പെട്ടെന്ന് വാതിൽക്കൽ ജുവൽ പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. അല്ല, ആദിയോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നുവെന്ന് പറഞ്ഞു. ഇവിടുത്തെ തിരക്ക് കാരണമാണ് അങ്ങോട്ടൊന്ന് വരാൻ പറ്റാഞ്ഞത്. പപ്പ ഇന്നലെയും ആദിയുടെ കാര്യം പറഞ്ഞു. പിന്നെ അവൾ തിരിഞ്ഞ് റോസിനെ നോക്കി. നിങ്ങൾ തമ്മിൽ പരിചയമില്ലല്ലോ. ഇത് ആദിശങ്കരൻ. ഈ വീട്ടിലാരാ? റോസിൻ്റെ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ ജുവലിനായില്ല. ഈ വീട്ടിലെ എല്ലാമാ. ഒരു ശബ്ദം കേട്ട് റോസ് പുച്ഛത്തോടെ തിരിഞ്ഞു. ജയന്തൻ. വാടാ. അവൻ വന്ന് ആദിയുടെ കരം കവർന്നു. അതൊട്ടും ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ റോസ് വെട്ടിത്തിരിഞ്ഞു പോയി. ജയന്തനും ജുവലും ചമ്മലോടെ പരസ്പരം നോക്കി. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ നീ. പരശുവേട്ടൻ്റെ ഭാര്യ മന്ത്രിയുടെ മകളാണെന്നുള്ള അഹങ്കാരം കുറച്ചൊന്നുമല്ലെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ആദി തലയാട്ടി. കനകവും അങ്ങോട്ട് വന്ന് അവൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. സുരേന്ദ്രനാഥും രവിയും അവിടെയില്ലായിരുന്നു. ജയന്തൻ തൻ്റെ മുറിയിലേക്ക് ആദിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കടാ. അവൻ ഇരുന്നു. പിന്നെ വിശേഷങ്ങൾ? ആദിയെ അടിമുടി നോക്കുകയായിരുന്നു ജയന്തൻ. അവൻ്റെ ക്ഷീണമൊക്കെ മാറിയെന്ന് ജയന്തന് മനസ്സിലായി. നിനക്ക് വരാൻ പറ്റില്ലെങ്കിലും വിവാഹത്തിന് ക്ഷണിക്കണമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാ. പക്ഷേ വേണ്ടെന്ന വാശിയിലായിരുന്നു പരശുവേട്ടന്. ജയന്തൻ സത്യം പറഞ്ഞു. വിളിക്കാതിരുന്നത് തന്നെ നന്നായി. ആദി തലയിളക്കി. അവനുള്ള ചായയുമായി ജുവൽ അങ്ങോട്ട് വന്നു. അത് കൊടുക്കുമ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആർദ്രതയും സ്നേഹവും നിറഞ്ഞ നോട്ടം. ആദിക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും അല്ലേ? അവൾ തിരക്കി. എന്തിന്? അതിനുത്തരം അവൾ പറഞ്ഞില്ല. ജുവൽ, റോസ് വിളിച്ചു. അവൾ പെട്ടെന്ന് മടങ്ങി. ജയന്തൻ ശബ്ദം താഴ്ത്തി. പരശുവേട്ടൻ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്ത പ്രകൃതമാണെന്നേ. പിന്നെ ഇപ്പോൾ മറ്റൊരു
പുതിയ അവൾക്ക്. ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ PA ഇല്ലേ വർഗീസ് പുന്നത്ര, ആ നാരയെ കൊണ്ട് ജുവലിനെ കെട്ടിക്കണമെന്ന്. ആദിയുടെ ഉള്ളൊന്നു കാളി. ജയന്തൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. സുരേന്ദ്രൻ സാർ എന്തു പറഞ്ഞു? പപ്പ അങ്ങനെ താല്പര്യമൊന്നും കാട്ടിയില്ല. ഞാനും മമ്മിയും ജൂലുമൊക്കെ അതേ നിലപാടിലാണ്. പക്ഷേ രവിയും പരശുവേട്ടനും അവളുടെ പക്ഷത്താ. അതുപോട്ടെ. ആദ്യം മനഃപൂർവ്വം വിഷയം മാറ്റി. സത്യാഗ്രഹം ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ തുടരാൻ തന്നെ തീരുമാനിച്ചോ? ഈ ആഴ്ച ഒരു തീരുമാനമുണ്ടാകും. ജോൺ സാറിനെയും ഹോസ്പിറ്റലിലാക്കിയതോടെ ഇപ്പോൾ തങ്കമലയിലെ സഹദേവന നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും. അവൻ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ആദി. വേണ്ടടാ, ഡാം പൊട്ടി എല്ലാം ഒലിച്ചു പോകുന്നതിൽ അങ്ങ് പോകട്ടെ. എന്നാലും നീ ഇനി ആ പന്തലിൽ പോയി കിടക്കണ്ട. ജയന്തൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇനിയെങ്കിലും നീ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ രഹസ്യം എന്നോട് പറഞ്ഞുകൂടെ? ആദി ചിന്തിച്ചു. ജയന്തിനൊരു സൂചന കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ സ്വന്തം ഏട്ടൻ ശത്രുപക്ഷത്താണെന്നും എല്ലാം അയാൾക്കറിയാമായിരുന്നെന്നും പറഞ്ഞാൽ ജയന്തന് താങ്ങാനാവുമോ? പറയാം, ഒരാഴ്ച കൂടി കഴിയട്ടെ, ആദി പറഞ്ഞു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് മടങ്ങുമ്പോൾ കാത്തു നിന്നിരുന്നത് പോലെ വാതിൽക്കൽ വരെ ജൂവലും അവൻ്റെ ഒപ്പം വന്നു. എനിക്ക് സംസാരിക്കാനുണ്ട്, അവൾ പറഞ്ഞു. അറിയാം. അവൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഞാൻ വിളിക്കാം. ആദി ജീപ്പിലേക്ക് കയറാൻ ഭാവിക്കുമ്പോൾ ഇരച്ചു വന്ന പോലീസ് ജീപ്പ് തൊട്ടരികിൽ ബ്രേക്കിട്ടു. അതിലിരുന്ന് പകയോടെ പരശുറാം അവനെ നോക്കി. നീ അങ്ങനെയൊന്നും ചാകത്തില്ലായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി സാറേ. പക്ഷേ എന്നെ കൊല്ലാൻ വന്നവരെ ഞാൻ പൂട്ടും കേട്ടോ. ചെമ്പട്ടി കാളിയനേക്കാൾ ദയനീയമായിരിക്കും അവൻ്റെയൊക്കെ അവസ്ഥ. മറുപടിക്ക് കാക്കാതെ അവൻ ജീപ്പിൽ കയറി. പരശുറാം അകത്തേക്ക് ചെല്ലുമ്പോൾ റോസ് ജുവലിന് നേർക്ക് കയർക്കുകയായിരുന്നു. നോക്ക്, ഇത്രയും കാലം അവനിവിടെ കയറിയിറങ്ങി നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇനിയത് പറ്റത്തില്ല. ജുവൽ പോരുകോഴിയെപ്പോലെ നാത്തുവിനെ നോക്കി നിൽക്കുകയാണ്. എന്താ കാര്യം? പരശുറാം ഇരുവരോടുമായി തിരക്കി. ഞാൻ പറയാം, റോസ് കാര്യം അവതരിപ്പിച്ചു. ഞാൻ പേടിച്ചു പോയെന്നേ. ചോദിക്കാതെയും പറയാതെയും ഒരുത്തൻ കയറി വന്നപ്പോൾ. എന്നിട്ടിപ്പോൾ ഇവൾ അവനെ ന്യായീകരിക്കുന്നു. നേരാണോടി? പരശുറാമിൻ്റെ കണ്ണുകൾ ചുവന്നു. അതിന് ആദ്യം ഇന്നും ഇന്നലെയും അല്ലല്ലോ ഇവിടെ വരുന്നത്, ജുവൽ തർക്കിച്ചു. ഇന്നലെ വരെ എന്തായിരുന്നെന്ന് വിലയിരുത്തേണ്ട കാര്യമില്ല. ഇനി അവനിവിടെ വരാൻ പാടില്ല, മനസ്സിലായോ? കർക്കശ സ്വരത്തിലായിരുന്നു പരശുറാം പറഞ്ഞത്. കനകവും ജയന്തനും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രി അത്താഴ മേശയിൽ വെച്ചാണ് വീണ്ടും ആദിയുടെ പ്രശ്നം ചർച്ചയായത്. അപ്പോൾ സുരേന്ദ്രനാഥും രവിയും പരശുറാമും ജയന്തനുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരുത്തനും കയറിയിറങ്ങി നടക്കാൻ സമ്മതിക്കത്തില്ല, റോസ് പറഞ്ഞു. മാത്രമല്ല, ബാക്കി പറഞ്ഞത് പരശുറാമാണ്. ആവശ്യമില്ലാത്തത് എന്തെങ്കിലും പുന്നത്ര സാർ അറിഞ്ഞാൽ പിന്നെ ഈ വീടുമായി ഒരു ബന്ധത്തിന് താല്പര്യം കാണിക്കുമോ? അത് കേട്ടപ്പോൾ ജയന്തന് കലിയായി. അതിന് പുന്നത്ര ഈ വീടുമായി ബന്ധപ്പെടണമെന്ന് ആരാണ്ട് പറഞ്ഞോ ഏട്ടാ? ജയന്ത, സുരേന്ദ്രനാഥിൻ്റെ ശബ്ദമുയർന്നു. തീന്മേശയിൽ ഇത്തരമൊരു ചർച്ച വേണ്ട. പിന്നെ എല്ലാവരുടെയും അറിവിലേക്കായി ഞാനൊന്ന് പറയുകയാണ്. ഈ വർഗീസ് പുന്നത്ര അത്ര മോശം കക്ഷിയൊന്നുമല്ല, പ്രബലനാണ്. ഞാനും രവിയും കൂടി ഇന്നവിടെ പോയി കാര്യങ്ങൾ നേരിൽ മനസ്സിലാക്കിയതാ. കിടുങ്ങിപ്പോയി ജുവലും ജയന്തനും. കനകവും അമ്പരപ്പിലായി. സുരേന്ദ്രനാഥ് തുടർന്നു. ഈ ബന്ധം നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. പപ്പ, ഒറ്റ കരച്ചിലായിരുന്നു ജുവൽ. റോസിൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. പിന്നെ എന്താടി നിൻ്റെ മനസ്സിൽ? ആ തെണ്ടി ആദിയാണോ? സുരേന്ദ്രനാഥിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജുവലിനും കനകത്തിനും ജയന്തനും. അപ്പോൾ പപ്പ എല്ലാം മറന്നു അല്ലേ? ജയന്തനും സങ്കടം വന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പപ്പ ഉണ്ടായിരിക്കുന്നത് പോലും അവൻ കാരണമാണ്. വേണ്ട. സുരേന്ദ്രനാഥ് പെട്ടെന്ന് പാത്രത്തിലേക്ക് കൈക്കുടഞ്ഞ് എഴുന്നേറ്റു. അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചത് സത്യം. എന്നുവെച്ച് എൻ്റെ മകളെ അവന് കൊടുക്കാമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല താനും. പിന്നെ ഇക്കാര്യം ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അതിപ്പോൾ പപ്പ മാത്രം തീരുമാനിച്ചാൽ എങ്ങനെയാ? ജയന്തൻ അങ്ങനെ ചോദിക്കുമെന്ന് ആരും കരുതിയില്ല. ജയ, കനകം അവനെ തടയാൻ ഭാവിച്ചു. ഇല്ല മമ്മി, ഈ വർഗീസ് പുന്നത്തറയെക്കുറിച്ച് ഇപ്പോഴീ സദസ്സിൽ പറയാൻ പറ്റാത്തത് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീ വിഷയമായാലും ഭൂമി തട്ടിപ്പിൻ്റെ കാര്യമായാലും അങ്ങനെയുള്ള ഒരുത്തനെ എന്തിൻ്റെ പേരിലായാലും ജുവലിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനും എഴുന്നേറ്റു. സുരേന്ദ്രനാഥിൻ്റെ കണ്ണുകൾ കത്തി. ജയ, നിനക്ക് ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെന്നെ എതിർക്കാനുള്ള ലൈസൻസായി നീ കരുതല്ലേ മോനെ? കനകത്തിന് ഭീതി തോന്നി. ആദ്യമായാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം. സുരേന്ദ്രനാഥ് വാഷ് ബേസിനിൽ കൈ കഴുകി തിരിഞ്ഞു. എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. ഈ പറഞ്ഞതൊന്നും പഴഞ്ചൻ വാചകമായി ആരും കരുതണ്ട. പറയുന്നതും തീരുമാനിക്കുന്നതും അണുവിട തെറ്റാതെ ഞാൻ നടത്തിയിരിക്കും. അയാൾ തൻ്റെ മുറിയിലേക്ക് പോയി. ജൂവലും പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകി. പരശുറാമും റോസും പരസ്പരം നോക്കി ചിരിച്ചു. ആ നേരത്ത് കുമളി ഗേറ്റ് ബാറിൽ ഉണ്ടായിരുന്നു ആദിയും ലിജോയും സാജനും. ഒരു പൈൻറ്റ് മാത്രം മൂവരും കൂടി കഴിച്ചിരുന്നു. ലിജോ
ആദി പറഞ്ഞു. എന്നെ തീർക്കാൻ വന്ന ക്വട്ടേഷൻ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റിയില്ലല്ലോടാ. ബെയർ ബില്ല് കൊണ്ടുവന്ന് വയ്ക്കുന്ന നേരത്തായിരുന്നു ഈ സംഭാഷണം. പെട്ടെന്ന് ബെയറർ പറഞ്ഞു. ആദിയണ്ണാ, എനിക്കൊരു സംശയമുണ്ട്. എന്താടാ? ബെയററുമായി അവന് നല്ല പരിചയമുണ്ട്. മൂവാറ്റുപുഴ സ്വദേശിയായിരുന്നു ബെയറർ രതീഷ്. എൻ്റെ സംശയം മാത്രമാ കേട്ടോ. നീ പറഞ്ഞോടാ. ആദിയും സംഘവും പെട്ടെന്ന് ജാഗരൂകരായി. ആ ഹർത്താൽ ദിവസമല്ലേ അണ്ണന് വെട്ടുകൊണ്ടത്? അതെ. ആദിശങ്കരൻ്റെ നെറ്റി ചുളിഞ്ഞു. അണ്ണൻ അന്നിവിടെ നിന്നിരുന്നു മദ്യപിക്കുമ്പോൾ ആ ടേബിളിൽ 5-6 പേരുണ്ടായിരുന്നു. രതീഷ് മൂലയിൽ കിടന്നിരുന്ന ടേബിളിന് നേർക്ക് കൈ ചൂണ്ടി. എന്നിട്ട് ലിജോയ്ക്ക് ജിജ്ഞാസയായി. അവരെ അണ്ണനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അണ്ണൻ ഇവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും ഇവിടെ നിന്ന് ഇറങ്ങി. ആദിയുടെ തലച്ചോറിൽ ഒരു വെളിച്ചം മിന്നി. ശത്രുക്കളിലേക്ക് വളരെ വേഗം അടുത്തതുപോലെ ഒരു തോന്നൽ. രതീഷ് തുടർന്നു. 10-22 വയസ്സിൽ കൂടുതൽ കാണത്തില്ലായിരുന്നു അണ്ണ അവന്മാർക്ക്. പിന്നീടോ അതിനു മുമ്പോ അവരെ നീ കണ്ടിട്ടുണ്ടോ? ചോദിച്ചത് സാജനാണ്. ഇല്ല, അവരിവിടെ ആദ്യം വരികയായിരുന്നു. ആദിയുടെ മനസ്സിൽ ചില കരിന്തേളുകൾ പുളഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്നോർത്തതുപോലെ രതീഷ് ചുറ്റും നോക്കി ആദിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. എൻ്റെ തോന്നലാണോ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല അണ്ണ. അവിടെ സെർവ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. കൂട്ടത്തിൽ സഹദേവൻ സാറേ എന്ന് വിളിക്കുന്നത് കേട്ടിരുന്നു. മതി. ആദി കൈ ഉയർത്തി. ഈ പറഞ്ഞ കാര്യം നീ മറ്റാരോടും പറയരുത്. ശരിയണ്ണ. ആദി പോക്കറ്റിൽ നിന്ന് പണമെടുത്തു കൊടുത്തു. മൂവരും അവിടെ നിന്ന് ഇറങ്ങി. ഈ സഹദേവൻ തങ്കമലയിലെ കക്ഷി തന്നെയല്ലേ? ലിജോ തിരക്കി. ആദി അമർത്തി മൂളി. അയാളിപ്പോൾ വണ്ടിപ്പെരിയാറിലെ സമരപന്തലിലല്ലേ? സാജൻ ജീപ്പിലേക്ക് കയറി. അതേടാ. അങ്ങോട്ട് പോയാലോ? പോകാം. ലിജോയും ആദിയും കയറി. വണ്ടിപ്പെരിയാർ. അവർ സമരപന്തലിലെത്തുമ്പോൾ സഹദേവൻ കട്ടിലിൽ കിടക്കുകയാണ്. വേറെ 4-5 പേർ കൂടി അവിടെയുണ്ട്. ആദിയെ കണ്ട് സഹദേവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ടടാ, കിടന്നോ. ആദി അയാൾക്കരികിൽ കിടക്കയിലിരുന്നു. നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരം ലിജോയും സാജനും മറ്റുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ഉച്ചത്തിൽ. അവർ കാണാതെ ആദി ഇടുപ്പിൽ നിന്നൊരു കത്തിയെടുത്ത് സഹദേവൻ്റെ ഇടതു വാരിയലുകൾക്കും മീതെ മുട്ടിച്ചു. കിടുങ്ങിപ്പോയി സഹദേവൻ. അയാൾ വായി തുറക്കാൻ ഭാവിച്ചപ്പോൾ അവൻ വിലക്കി. വേണ്ട സഹദേവ. ഒരു സെക്കൻഡിൻ്റെ 10-1 സമയം പോലും വേണ്ട. എനിക്ക് ഈ കത്തി അങ്ങോട്ട് കുത്തിക്കയറ്റാൻ. ഭീതി കൊണ്ട് സഹദേവൻ വിറച്ചുപോയി. ആദി അയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം മുട്ടിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയേണ്ടത് 2 കാര്യങ്ങൾ. അവന്മാർ ആരാണ്? എവിടെയുണ്ടിപ്പോൾ? ശരീരം മുഴുവൻ മുളകുപൊടി വീണതുപോലെ സഹദേവൻ ഒന്ന് പുളഞ്ഞു. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അവൻ കത്തി ഒന്നുകൂടി അമർത്തി. ഞാൻ പറയാം. സഹദേവൻ്റെ നാവനങ്ങി. വാരിയല്ലുകൾക്കിടയിലൂടെ കത്തിമുന തൻ്റെ മാംസം തുളച്ച് അകത്തേക്ക് കയറുമെന്ന് തോന്നി സഹദേവന്. അവിടെ തൊട്ടരികിൽ ഉള്ളവരെ പോലും ഒന്ന് വിളിച്ചു സഹായം അഭ്യർത്ഥിക്കാൻ അയാൾ ഭയന്നു. അപ്പോൾ വീണ്ടും ആദി ശബ്ദം താഴ്ത്തി. നീ എന്തെങ്കിലും ഫൗൾ പ്ലേക്ക് മുതിർന്നാൽ അറിയാമല്ലോ നിനക്ക് ശരിക്കും എന്നെ. ഞാൻ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒറ്റയാൾ പോലും ഇപ്പോൾ ഇവിടെയില്ല. ഇവരുടെ മുന്നിൽ വെച്ച് നിന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടാലും ഞാൻ സത്യം പറയിപ്പിക്കും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നീ ആരാണെന്നും നിന്റെ മറ്റൊരു മുഖം എന്താണെന്നും ഇവരൊക്കെ മനസ്സിലാക്കും. ഒപ്പം നിന്നുകൊണ്ട് ചതിക്കുകയായിരുന്നു നീയെന്ന് ഇവർ അറിയുമ്പോൾ പച്ചയ്ക്ക് കത്തിക്കും ഇവർ നിന്നെ. അത് വേണോടാ. ആദിയുടെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം സഹദേവൻ കേട്ടു. വേണ്ട. അയാളുടെ ശബ്ദം വിറച്ചു. എങ്കിൽ നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ആദി രോഷം കടിച്ചൊതുക്കി പറഞ്ഞു. സഹദേവൻ എഴുന്നേറ്റു. ആദിക്കൊപ്പം അല്പം അകലേക്ക് മാറി നിന്നു. അതിൽ അവിടെയുണ്ടായിരുന്നവർക്കൊന്നും പന്തിക്കേട് തോന്നിയതുമില്ല. എന്തോ സ്വകാര്യ സംഭാഷണം. അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ അവർക്കാകുമായിരുന്നില്ല. പോരെങ്കിൽ ആരുടെയും ശ്രദ്ധ കൂടുതൽ ആദിയിലേക്കും സഹദേവനിലേക്കും പോകാതെ സംസാരിച്ചിരിക്കുകയാണ് സാജനും ലിജോയും. ആ കൊട്ടേഷൻ പാർട്ടി എവിടുത്തുകാരാ? ആദി സഹദേവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സത്യമായിട്ടും അതെനിക്കറിയത്തില്ല ആദി. അവർക്ക് ആദിയെ കാണിച്ചു കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ എനിക്കുള്ളായിരുന്നു. അയാൾ വിക്കി. ആരാ നിന്നെ അത് ഏൽപ്പിച്ചത്? വർഗീസ് പുന്നത്ര സാറ്. ആദി ചെറുതായൊന്ന് ഞെട്ടി. പുന്നത്ര ശരിക്കും കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇതുവരെ പുറത്തുനിന്ന് കളിപ്പിക്കുകയായിരുന്നു. അവനെന്തു പറഞ്ഞു? ഒരു ടീം വരുമെന്നും അവർക്ക് ആദിയെ കാണിച്ചു കൊടുക്കണമെന്നും. എന്നിട്ട് അന്ന് ആദി ബാറിൽ കയറുന്ന നേരത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അവരെ വിളിച്ച് ആദിയെ കാണിച്ചു കൊടുത്തിട്ട് ഞാനുടനെ പോവുകയും ചെയ്തു. നിനക്ക് അവന്മാരുടെ നമ്പർ അറിയാമോ? സഹദേവൻ പരിങ്ങി. ചോദിച്ചത് കേട്ടില്ലടാ നായേ. ആദിയുടെ ചെരുപ്പണിഞ്ഞ കാൽ സഹദേവൻ്റെ പാദത്തെ മണ്ണോട് ചേർത്ത് ഞെരിച്ചു. അതാകുമ്പോൾ മറ്റാരും അറിയില്ലല്ലോ. സഹദേവൻ പുളഞ്ഞുപോയി. എനിക്കറിയാം. അയാൾ പെട്ടെന്ന് സമ്മതിച്ചു. എങ്കിൽ നിന്റെ ഫോൺ എടുക്ക്. സംശയത്തോടെ സഹദേവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഇനി അവന്മാരുടെ നമ്പറിലേക്ക് വിളിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറയണം. ചെയ്യാമോ? ചെയ്യാം. എൻ്റെ കാലേന്ന് കാലെടുക്കാതെ. എടുക്കാം. ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്ക്. തുടർന്ന് ആദി അയാൾ പറയേണ്ടതൊക്കെ പഠിപ്പിച്ചു. സഹദേവൻ ഫോൺ ബുക്കിൽ നിന്ന് അവരുടെ നമ്പർ കണ്ടെത്തി അതിലേക്ക് കാളയച്ചു. അല്പനേരത്തിനുള്ളിൽ അവരിൽ ഒരാളെ ലൈനിൽ കിട്ടി. എന്താ ചേട്ടാ?
അപ്പുറത്തു നിന്നുള്ള ചോദ്യം ആദിക്കും നേർത്ത ഒച്ചയിൽ കേൾക്കാമായിരുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണം. മറ്റവൻ ചത്തില്ലായിരുന്നു അല്ലേ? ഇല്ല. അവനിപ്പോൾ എങ്ങനെ? പുറത്തൊക്കെ ഇറങ്ങി നടക്കാറായോ? ഉവ്വ്. അയാൾ ആദിയെ നോക്കി. നേരത്തെ ഇതിനേക്കാൾ ആരോഗ്യവാൻ. എന്ന് വരണം ഞങ്ങൾ? കഴിയുമെങ്കിൽ നാളെ തന്നെ. പിന്നെ ഇത്തവണ നിങ്ങൾ വരുമ്പോൾ കുട്ടിക്കാനത്ത് തങ്ങിയാൽ മതി. ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് അയക്കാം. അതാ നല്ലത്. ഓക്കെ ചേട്ടാ. നാളെ സന്ധ്യയ്ക്ക് ഞങ്ങൾ കുട്ടിക്കാനത്തുണ്ടാവും. പോരെ? ഓക്കെ. റേറ്റിൻ്റെ കാര്യം? കഴിഞ്ഞ തവണ പരാജയപ്പെട്ട കേസല്ലേ? എന്നാലും ഞങ്ങൾ 5 തരും. 5 ലക്ഷം. സമ്മതം. ആദി സഹദേവൻ്റെ തോളിൽ ഒന്ന് തോണ്ടി. സഹദേവൻ വീണ്ടും സംസാരിച്ചു. പിന്നെ ഇനി ഫോണിലൂടെ സംസാരം വേണ്ട. മെസ്സേജ് അയച്ചാൽ മതി. ശരി. ആദി പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കട്ട് ചെയ്തു. സഹദേവ, ഇനി നാളെ അവന്മാർ വരുന്നതുവരെ ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ. അവരുടെ മെസ്സേജ് കാണാമല്ലോ. മാത്രവുമല്ല, ഞാൻ പോയി കഴിയുമ്പോൾ നിനക്ക് അവരെ വിളിച്ച് സത്യം പറയാൻ തോന്നിയാലോ? ഞാനങ്ങനെ ചെയ്യത്തില്ല ആദി. ആദിയുടെ ചെരുപ്പിനടിയിൽ തൻ്റെ കാലിലെ തൊലി പൊളിഞ്ഞു പോയെന്ന് സഹദേവന് തോന്നി. എന്താണ് ഉറപ്പ്? ആദിയുടെ പുരികം ചുളിഞ്ഞു. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചുകൂടെ? ആദി നിഷേധഭാവത്തിൽ തലയാട്ടി. അവന്മാർക്ക് ഇങ്ങനെയുള്ള കാളുകൾ മാത്രം സ്വീകരിക്കാനുള്ള ഫോണാവും അത്. അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കാൾ ചെയ്താൽ അവർ സ്വീകരിക്കില്ല. മാത്രമല്ല, നീ അവരുടെ നമ്പർ കാണാതെന്ന് പറഞ്ഞേ. താൻ ശരിക്കും കുടുങ്ങിയെന്ന് സഹദേവന് ബോധ്യമായി. അതുപോട്ടെ, നീ എത്ര കാലമായി ഈ സമരക്കാരുടെ കൂടെ നിന്ന് അവരെ ചതിക്കുന്നു? മറുപടി പറയാനാകാതെ സഹദേവൻ്റെ തല കുനിഞ്ഞു. ആദ്യ കാൽ പിൻവലിച്ചു. പിന്നെ ഫോണുമായി ലിജോയെയും സാജിനെയും കൂട്ടി മടങ്ങി. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ജുവൽ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭാവി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വർഗീസ് പുന്നത്രയെ തനിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നാൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾ അശക്തയായിരുന്നു. അയാൾ അന്യ സമുദായത്തിൽപ്പെട്ടവനാണെന്ന് വരെ മമ്മി പറഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴാണ് പരശുവേട്ടൻ ആ സത്യം പറയുന്നത്. അയാൾ തങ്ങളുടെ സമുദായക്കാരൻ തന്നെയാണ്. ജാതി സർട്ടിഫിക്കറ്റിലൂടെ ഹിന്ദുവിൻ്റെയും പേരിലൂടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പിന്തുണ കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ ഉപയോഗിച്ച ബുദ്ധി മാത്രമല്ല, അയാളുടെ അച്ഛനമ്മമാർ ഈ 2 സമുദായത്തിലും പെട്ടവരാണ്. അച്ഛൻ ക്രിസ്ത്യൻ, അമ്മ ഹിന്ദു. മറ്റെല്ലാവരും ഉറങ്ങിക്കാണും എന്നുറപ്പായപ്പോൾ അവൾ സെൽഫോൺ എടുത്തുകൊണ്ട് ടെറസിലേക്ക് നടന്നു. ആദിയുടെ സെല്ലിലേക്ക് കാൾ അയച്ചു. 4 or 5 തവണ ബെല്ലടിച്ചപ്പോഴേക്കും ആദിയെ ലൈനിൽ കിട്ടി. ആദി. പച്ചയീറ്റ വെട്ടിപ്പുളർക്കും പോലെ ഒരു നിലവിളിയായിരുന്നു അവൾ. എന്താ പെണ്ണേ? അവൾ അവിടെ നടന്നതത്രയും അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നിമിഷത്തേക്ക് ആദി ഒന്നും പറഞ്ഞില്ല. ആദി. എന്താ മിണ്ടാത്തത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയാം. അതിനു മുമ്പ് എനിക്ക് ജയന്തനുമായി ഒന്ന് സംസാരിക്കണം. ഒരു തീരുമാനമെടുക്കുമ്പോൾ അവൻ്റെ പിന്തുണയെങ്കിലും നമുക്ക് വേണ്ടേ? ജുവലിൻ്റെ കത്തുന്ന മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി വീണു. പെട്ടെന്ന് ആരോ ടെറസിലേക്ക് വരുന്നതിൻ്റെ കാലടി വെച്ച. ഞാൻ പിന്നെ വിളിക്കാം ആദി. അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ പേടിയോടെ തിരിഞ്ഞു. ജയന്തൻ അവളുടെ അടുത്തേക്ക് വന്നു. ഏട്ടാ. ജുവൽ തേങ്ങി. നീ ആദ്യം വിളിക്കുകയായിരുന്നു അല്ലേ? അവൾ തലയാട്ടി. അവൻ എന്തു പറഞ്ഞു? നാളെ ജയേട്ടനുമായി സംസാരിക്കാമെന്ന്. ജയന്തൻ അമർത്തി മൂളി. പിന്നെ അറിയിച്ചു. ഒരു രജിസ്റ്റർ മാരേജ് മാത്രമേ ഞാനിപ്പോൾ മുന്നിൽ കാണുന്നുള്ളൂ. നിനക്കതിനുള്ള ധൈര്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങിക്കോ. സന്തോഷത്തോടെയാണ് ജുവൽ മുറിയിലേക്ക് നടന്നത്. നേരം പുലർന്നു. ജയന്തനുള്ള ബെഡ് കോഫിയുമായി ജുവൽ മുറിയിലേക്ക് ചെന്നു. കിടക്കയിൽ അവനെ കണ്ടില്ല. അവൻ എഴുന്നേൽക്കാനുള്ള നേരമായിട്ടില്ലെന്ന് അവൾക്കറിയാം. ഏട്ടാ. അവൾ ബാത്റൂമിൻ്റെ വാതിൽക്കലെത്തി. അവൻ വിളി കേട്ടില്ല. വീടിൻ്റെ മുൻവാതിൽ ഇതുവരെ തുറന്നിട്ടില്ല താനും. എന്തോ ചിന്തിച്ചിട്ട് കാപ്പി മേശപ്പുറത്ത് വെച്ച് അവൾ ടെറസിലേക്ക് നടന്നു. അവിടേക്കുള്ള വാതിൽ ചാരിയിട്ടേയുള്ളൂ. വാതിൽ തുറന്നു. അവൾ നോക്കി. അവിടെയും അവനില്ല. പിന്തിയാൻ ഭാവിക്കുകയായിരുന്നു ജുവൽ. എന്നാൽ ഭിത്തിയോട് ചേർന്നുള്ള മൂലയിൽ അവളുടെ കണ്ണുകൾ പതിച്ചത് പെട്ടെന്നാണ്. ജുവൽ ഉൾക്കടമായി ഒന്ന് ഞെട്ടി. ഏട്ടാ. അലറിക്കൊണ്ടവൾ അവിടേക്ക് കുതിച്ചു. അവിടെ ഭിത്തിയിൽ ചാരിയിരിക്കുന്നത് പോലെ ജയന്തൻ. ചുറ്റും ചോര ഒഴുകി പരന്നിരിക്കുന്നു. ചോരയുടെ ഒരു നേർരേഖ മഴവെള്ളം ഒഴുകിപ്പോകുന്ന പൈപ്പിന് നേരെ പോയിരിക്കുന്നു. ഏട്ടാ. പ്രഭാതത്തിൻ്റെ കുളിരിൽ തീക്കാറ്റായി അവളുടെ ആർത്തനാദം ആ കെട്ടിടത്തെ പോലും വിറക്കൊള്ളിച്ചു. കുമളി ഭാഗത്തു നിന്ന് പാഞ്ഞു വന്ന ജീപ്പ് ഗേറ്റിന് കുറച്ചകലെ നിന്നു. റോഡിലും മുറ്റത്തും നിറയെ വാഹനങ്ങൾ. പോലീസും മീഡിയ പ്രവർത്തകരും ജനങ്ങളും പിന്നെയും വന്നുകൊണ്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും സമരസമിതിക്കാരുമടക്കം. ജീപ്പിൽ നിന്ന് ആദ്യം പുറത്തേക്ക് കുതിച്ചത് ആദിയാണ്. പിന്നാലെ ലിജോയും സാജനും. വാതിൽക്കിലെത്തിയ അവരെ പോലീസ് തടഞ്ഞു. ആരെയും അകത്തേക്ക് വിടാൻ സാധ്യമല്ല. ആദി പോലീസുകാരെ രൂക്ഷമായി ഒന്ന് നോക്കി. എനിക്ക് പോയേ പറ്റൂ. പറ്റില്ലെന്നല്ലടാ പറഞ്ഞത്. പോലീസുകാരൻ കൈ നീട്ടിപ്പിടിച്ചു. അവന് ഒട്ടും പരിചയമില്ലാത്ത ഒരു പോലീസുകാരനായിരുന്നു അത്. എനിക്ക് കാണണം അവനെ, എൻ്റെ ജയന്തനെ. ആദി അയാളുടെ കൈ പിടിച്ചകറ്റി. എടാ നീ. പോലീസുകാരൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അകത്തു നിന്ന് ശബ്ദം വന്നു. അവരെ വിട്ടേരെ. സുരേന്ദ്രനാഥ്.
സെറ്റിയിൽ തളർന്നിരിക്കുകയായിരുന്നു അയാൾ. അരികിൽ MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുമുണ്ട്. ആദ്യം സംഘവും അകത്ത് കയറി. അവൻ ചുറ്റും നോക്കി. മുകളില ജോൺ കുരിശിങ്ങലിൻ്റെ ശബ്ദം പതറി. പടിക്കെട്ടുകൾ വേഗം കയറി അവർ ടെറസിലെത്തി. അവിടെ ജയന്തൻ്റെ ബോഡിക്ക് ചുറ്റും പോലീസും മാധ്യമപ്രവർത്തകരുമായിരുന്നു. ജയന്തൻ്റെ ശരീരത്തിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ ആദി. ജയന്താ! മുന്നോട്ടാഞ്ഞ അവനെ ലിജോ പിടിച്ചു നിർത്തി. കണ്ടില്ലടാ അവൻ. ആദി ലിജോയുടെ തോളിലേക്ക് തല ചായച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. കണ്ണീരിനിടയിൽ അവൻ കണ്ടു തെല്ലകലെ പരശുറാം നിൽക്കുന്നു. ലിജോയിൽ നിന്നകന്ന് കൊടുങ്കാറ്റ് പോലെ അവൻ മുന്നോട്ട് കുതിച്ചു പരശുറാമിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ ജയന്തന് ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ? ഉറക്കെയായിരുന്നു ചോദ്യം. ടെറസിലുണ്ടായിരുന്നവരൊക്കെ തിരിഞ്ഞു നോക്കി. പരശുറാം പരിഭ്രമിച്ചു പോയി. ആദി, നീ? ആദിയുടെ കണ്ണുകൾ കത്തി. നിങ്ങൾ തന്നെയാണോ ഇത് ചെയ്തത്? അതോ ആർക്കെങ്കിലും അവസരം നൽകിയോ? ഇതപ്പോടെ അവൻ ചോദിച്ചു. പരശുറാം വിളറി. ആദി, നീ എന്തായി പറയുന്നത്? ചുറ്റുമുള്ള ക്യാമറ കണ്ണുകൾ അവർക്ക് നേരെ തിരിഞ്ഞു. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളറിയാതെ ജയന്തൻ മരിക്കില്ല. പരശുറാമിന് അപകടം മണത്തു. എടാ, ഇതിലെനിക്ക് യാതൊരു മനസ്സറിവുമില്ല. അയാൾ ശബ്ദം താഴ്ത്തി. സത്യം, നിങ്ങളുടെ പല കാര്യങ്ങളും അറിയാവുന്ന ഞാനിത് വിശ്വസിക്കണോ? എടാ, ഒന്ന് പതുക്കെ. എന്തിനാ പതുക്കെയാക്കുന്നത്? എല്ലാം അവരും അറിയട്ടെ. ആദി പല്ലു ഞെരിച്ചു. എനിക്കിനി ഒന്നും ഒളിക്കാനില്ല. മീഡിയക്കാർ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിനായി കാതു കൂർപ്പിച്ചു. ആദി! പെട്ടെന്നാണ് ടെറസിൻ്റെ വാതിൽക്കൽ നിന്ന് സുരേന്ദ്രനാഥിൻ്റെ ശബ്ദമുയർന്നത്. അവൻ തിരിഞ്ഞു നോക്കി. ഇതൊരു മരണ വീടാണ്, മറക്കണ്ട. അതൊരു താക്കീതായിരുന്നു. സാർ, ഞാൻ... അവൻ പതറി. വാ ഇവിടെ. പരശുറാമിൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്ട ആദിശങ്കരൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങളാണിത് ചെയ്തതെന്നോ ചെയ്യിച്ചതെന്നോ ഞാൻ അറിഞ്ഞാൽ തൂക്കുമരത്തിൽ കയറേണ്ടി വന്നാലും വിടില്ല ഞാൻ. ഞാനല്ല ഇത് ചെയ്യിച്ചതെന്ന് ഞാൻ തെളിയിച്ചു തരും ആദി. കൊലയാളിയെ ഞാൻ നിന്റെ മുന്നിൽ നിർത്തി തരും. അവനെ ഒന്നടക്കാൻ അയാൾക്ക് അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ആദി അമർത്തിയൊന്ന് മൂളി. പിന്നെ സുരേന്ദ്രനാഥിൻ്റെ അടുത്തേക്ക് ചെന്നു. സോറി സാർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായിടോ. അവൻ പോയതിൻ്റെ സങ്കടത്തിൽ നിൽക്കുന്ന എന്നെ നീ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു അപേക്ഷയാ. ആ വാക്കുകളിൽ ഒരച്ഛൻ്റെ ഹൃദയവികാരം അത്രയും നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ആദി തിരിച്ചറിഞ്ഞു. സുരേന്ദ്രനാഥ് സർവ്വതം തകർന്നവനായി ആദിയെയും മറ്റു കൂട്ടി താഴേക്ക് നടന്നു. അതിനിടെ പറഞ്ഞു. ജയന്തനെ കൊന്നവൻ ആരാണെങ്കിലും അവൻ്റെ പ്രാണൻ നിനക്ക് ഞാൻ വിട്ടുതരികയാ ആദി. പോലീസ് കണ്ടെത്തും മുമ്പ് നീ അവനെ പിടിക്കണം. എന്നെ ഒന്ന് കാണിച്ചിട്ടേ തീർക്കാവൂ. എന്തിനാ എൻ്റെ ചെറുക്കനെ കൊന്നതെന്ന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഈ നിമിഷം മുതൽ ഞാൻ ആ കൊലയാളിയുടെ പിന്നാലെയുണ്ട് സാർ, ആദി ഉറപ്പിച്ചു പറഞ്ഞു. എനിക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടായാലും നിന്നെ ഞാൻ കേസിൽ നിന്ന് ഊരിയെടുക്കും. ഇതെൻ്റെ വാക്കാ. സുരേന്ദ്രനാഥ് അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവർ താഴെ ചെല്ലുമ്പോൾ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആദി അയാളെയും രൂക്ഷമായി ഒന്ന് നോക്കി. ദേവനായകൻ തല കുനിച്ചു കളഞ്ഞു. അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡും എത്തി. ജയന്തിൻ്റെ ബോഡിക്കരികിലെത്തിയ പോലീസ് ഡോഗ് സൂസി ഒരു തുമ്പും കിട്ടാതെ അവിടെ തന്നെ നിന്ന് വട്ടം കറങ്ങിയതേയുള്ളൂ. ദേവനായകത്തെ പരശുറാം അടുത്തേക്ക് വിളിച്ചു. സാർ, എന്നാലും ഇവിടെ കയറി ആരാണിത്? അയാൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പരശുറാം കൈ ഉയർത്തി. വേണ്ട ദേവനായകം, അഭിനയം എൻ്റെ മുന്നിൽ വേണ്ട. ദേഷ്യം കൊണ്ട് പരശുറാമിൻ്റെ മുഖം ചുവന്നു. കഥ തുടരും.